ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. എനക്കറിഞ്ഞൂടാ, നിങ്ങളാണ് പ്ലാൻ ഇട്ട് വെച്ച്. അതേത് സ്പെഷ്യൽ സ്ഥലം? ഞാൻ പിടിക്കട്ടെ ഫസ്റ്റ്. ദാറ്റ് ഈസ് ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ഐശ്വര്യാണ്. ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ഐശ്വര്യാണ്. അമ്മയും അച്ഛനും അമ്മയൊന്ന് എണീച്ചെന്നേ പ്ലീസ്. അടുപ്പിച്ചേക്ക്. അയ്യോ ഇല്ല, ഏറ്റവും കൂടുതൽ വലുത് അച്ഛനാണ്. പക്ഷെ അമ്മനെ ചെറിയ വ്യത്യാസം. ഹൈറ്റ് തോന്നുന്നു. ഇന്നലെ വരെ കുറച്ച് ദിവസം വരെ ഇന്നലെ വരെ ചെറുതായിട്ട് ഇന്നേക്ക് നീളം. ഇവൻ എന്റെ ഗുളിപ്പിന് എത്ര ഉള്ളായിട്ടാ? 6ാം ക്ലാസ് പഠിക്കുന്നു. മണിക്കൂട്ടെ ഇനിയിപ്പം 10ലേക്ക് എത്തുമ്പോ വലിയ കുട്ടിയോ? നിങ്ങള് പറഞ്ഞു മേതു ക്യാമറ പൊത്തേന്നല്ല. മേതുട്ടി ക്യാമറ ശരിയില്ലേ? ഞാൻ പിടിച്ചോളാം. കാണുന്നല്ലോ. ഇനി പച്ച പിടിക്കാം. ഇത്ര നേരം നമ്മുടെ മേതുട്ടിന്റെ ക്യാമറമാൻ ആയിരുന്നു. മേതുട്ടിയുടെ ക്യാമറ കണ്ണിലൂടെയാണ് നിങ്ങൾ ഞങ്ങളെയൊക്കെ കണ്ടത്. ഇനിയിപ്പോ മേതുട്ടിന് ഭയങ്കര ക്രേസ് ആയിപ്പോ ക്യാമറ പിടിക്കുക, ബ്ലോഗ് ചെയ്യല്. കാലുവേദന, മുട്ടുവേദന, നടുവേദന, ഇല്ലാത്ത വേദന എനിക്ക് അങ്ങനെ വേദന. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മുടി മുറിച്ചാലോ? മുറിക്കാനൊന്നും ഇടക്കിടുന്നൊരു ശരിക്കും മുടിയൊന്നുമില്ല. ആ മുടി പൊരിഞ്ഞു പൊരിഞ്ഞു കോല് പോലെ ഉണ്ട് ഇപ്പൊ. ആ കോല് ഞാൻ വിചാരിച്ചു അച്ഛൻ പറയണെങ്കില്ല അച്ഛൻ കാണണം. നീക്ക് ക്യാമറ പിടിക്കാനാ? മേതുട്ടി ക്യാമറ ഇനിയും പിടിക്കാൻ പോവുകയാണ്. അപ്പൊ പ്രിയക്ക് ഒരേ ഒരു ആഗ്രഹം, കുറെ നാളത്തെ ആഗ്രഹം മുടിയിൽ കളർ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അതിന്റെ ഇടക്ക് ഇതിനെ കൊണ്ട് മുടിയില് കളർ കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ മുടി പൊരിയുമ്പോ പിന്നെ പൊഴിയുന്ന സമയത്ത് പിന്നെ ആകെ ഡെസ്പായിയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ മുടി പൊഴിയുന്ന സമയത്ത് എങ്ങനെയാന്ന് നമ്മള് മുടിയിൽ കളർ കൊടുക്കുവാന്നുള്ളത്. ഇനിയിപ്പോ ഏതായാലും ഒരു തീരുമാനം. ഇനി മൊത്തമായിട്ട് പൊഴിയുന്നതിന് മുമ്പേ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമ്മൾ പോകാൻ ഇറങ്ങുകയാണ്. ഒരു സ്ഥലത്ത് പോവാൻ എന്തെല്ലോ സാധനം എടുക്കേണ്ടി വരും. ടീഷർട്ട് ഇട്ട് നേരെ ഇറങ്ങിയില്ലേ? This is my cheap. കണ്ടോ? എന്താണ് സാമ്പിൾ നോക്കുന്നേ? സാമ്പിൾ നോക്കാൻ വേണ്ടിട്ടല്ലേ? കളർ കുറച്ചെന്നെ കാണിച്ചു തന്നു. അപ്പൊ ഇന്ന് കുറച്ചൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതോ സെലക്ട് ചെയ്തു. അപ്പൊ ഇനിയിപ്പം പറഞ്ഞപ്പോ ഒന്ന് നമ്മൾക്ക് ചെയ്ത് നോക്കിട്ടേ. പണ്ടെപ്പോ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ എന്തോ ഒരു ചെറിയൊരു രീതിയിൽ കൊടുക്കുന്നത് മുന്നേ. അന്നേരം അങ്ങനെയൊന്നും ഇല്ല. ചെറുത് അവരിങ്ങനെ എന്തോ ആക്കി തന്നത്. അങ്ങനെ ആദ്യമായിട്ട് കളർ ചെയ്യാം. ചേച്ചി പറഞ്ഞു ഒരു കളർ അത് ഇതെല്ലാവർക്കും ഓരോരോ കളറിന്റെ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ചേച്ചി
ചെയ്തില്ല. എന്നിട്ട് എത്ര ലെയർ എന്തോ ലെയറിലും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എത്ര 5 ലെയറാ? 5 ലെയർ അല്ലേ? കുറച്ച് മാത്രം. ഫസ്റ്റ് ആയതുകൊണ്ട് പ്രിയക്ക് പേടിയുണ്ട് എങ്ങനെയാവും എന്നത്. മേതൂട്ടി നല്ല കളിയാട്ടാ. മേതൂട്ടി വന്നപാട് ഇവിടെ കുറെ സമയം ഈനെന്നെ നോട്ട് വിട്ടിട്ട് ഇതൊരു കുട്ടി ഇരിക്കുന്നുണ്ടായിനി ഇതുവരെ ഒരു പാട്ടെല്ലാം വെച്ചു. അത് പോയി ഞെക്കി നോക്കൂ ഇതാ പാട്ട് പാടാൻ വേണ്ടിട്ട്. അല്ല മേതൂട്ടി, മേതൂട്ടി നീ കേറി ഇരുന്നിട്ട് ആന്റി പറയുന്ന കേറി ഇരുന്ന് വന്നിട്ട് വേണമെങ്കിൽ പാട്ട് വെക്കുന്ന. ഇരിക്കുന്നില്ലേ? കേറിയിരിക്കുന്നില്ല? മുടിയാകും അല്ലെ? പ്രിയന്റെ മുടിയും കളർ കൊടുക്കലെല്ലാം കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഏതായാലും നമുക്ക് ഫൈനൽ ലുക്ക് കാണണ്ടേ? അപ്പൊ ബാക്കിലുള്ളത് ആ അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഇനിയിപ്പോ എന്താ പരിപാടി സീനാട്ടാ? ഇനി ഒന്നുമില്ല, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. വരുന്ന വഴിക്ക് മണിക്കുട്ടനും മേതൂട്ടിയും ഒരു കേക്കെല്ലാം വാങ്ങിട്ടാ. അതെ, അവരൊരു കേക്കെല്ലാം മേടിച്ച് കഴിച്ചു. പിന്നെ നാളെ ഇവർക്ക് ഇപ്പൊ ലീവാണ്, സ്കൂളിൽ എന്തോ ട്രെയിനിങ് എല്ലാം ഉണ്ട്. നാളെ ഇവർക്ക് സ്കൂളിൽ മണിക്കുട്ടൻ എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടേ. മണിക്കുട്ടൻ എന്താണ്? അപ്പൊ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ഈ വീഡിയോയിൽ ഉൾപ്പെടണമെന്ന് ഒരു ആഗ്രഹം. അത് ഓന്റെ പേര് ദാർശിക് എന്നാണ്. ഫോട്ടോ കാണിച്ചിരുന്നു, ഫോട്ടോ സഹിതം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ. ഇത് മണിക്കുട്ടൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഫോട്ടോ ഒന്നല്ലേ, ഈ സർക്കിളിലല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് ദാർശിക് കേട്ടാ. കുറച്ചും കൂടി സൂം ചെയ്തു, ഇനി അധികം സൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇവനാണ് ഇത് ദാർശിക്. ഓക്കെ. അപ്പൊ ദർശകിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ബ്ലോഗിൽ അല്ലേ മണിക്കുട്ട? വ്ലോഗിൽ വരണമെന്ന് ആഗ്രഹം. ബെസ്റ്റ് ഫ്രണ്ട് നമുക്കൊരു നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് അങ്ങനെ ഉൾപ്പെടുത്തല്ല അല്ലേ? അങ്ങനെ ഉൾപ്പെടുത്താം. എന്റെ വീടിന്റെ അടുത്ത് തന്നെ അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നു മണിക്കുട്ടനോട്. അതുകൊണ്ടാ വന്ന്. പിന്നെ ഇത് ഞാൻ എവിടെയാന്നും കണ്ടുപിടിച്ചോട്ടാ. എന്റെ പൊന്നെ, ഇത്രയുള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്, കൊച്ചു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ലോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.